ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കഞ്ഞിവെള്ളം ഹൽവയാണ്. അതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ: കഞ്ഞിവെള്ളം, ബീട്രൂട്ട്, അണ്ടിപ്പരിപ്പ്, നെയ്യ്, ഏലക്ക, പഞ്ചസാര, പിന്നെ കുറച്ച് അരിപ്പൊടി ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഇതിൽ കാണിച്ചിട്ടില്ല, ലാസ്റ്റ് ഇടുമ്പോഴേ കാണിക്കണുള്ളൂ. നമ്മൾ കഞ്ഞിവെള്ളം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച് ബീട്രൂട്ട് ഇട്ട് കൊടുക്കുക. ബീട്രൂട്ട് ഒരു ജസ്റ്റ് കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ബീട്രൂട്ട് ഇട്ട് ഇളക്കുക. നമ്മുടെ ഒരു ബീട്രൂട്ടിൻ്റെ ഒരു കളറ് അത്യാവശ്യം നമുക്ക് ഒരു ചുവപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബീട്രൂട്ട് നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ബീട്രൂട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല കളർ കിട്ടിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇത് ഇളക്കി കുറേ നേരം നമ്മൾ ഇളക്കി ഇങ്ങനെ കുറുകി കുറുകി വരണം. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് അരിപ്പൊടി ഞാൻ വെള്ളത്തിൽ ചാലിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കഞ്ഞിവെള്ളം കുറച്ച് കട്ടി കുറവുള്ളതുകൊണ്ടാണ് ഞാൻ അരിപ്പൊടി കുറുക്കി ചേർത്ത് കൊടുക്കുന്നത്. നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളമാണെന്നുണ്ടെങ്കിൽ അരിപ്പൊടിയുടെ ആവശ്യമില്ല. ഇനി നമ്മളിത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ നെയ്യ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇടയ്ക്ക് ഒന്ന് ഇളക്കണതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് എത്രത്തോളം എണ്ണമായ ആവശ്യമുണ്ട് വെച്ചാൽ ചിലർ നെയ്യ് കാര്യങ്ങൾ ഉപയോഗിക്കുന്നവർ കുറവുണ്ടാവും, അവരതിനനുസരിച്ച് കുറച്ച് കൊടുത്താൽ മതി. പിന്നെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഈ സ്റ്റേജിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ കുഴപ്പമില്ല, പ്രശ്നമില്ല. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അത് ഈ ഒരു പരുവത്തിലാണ് കുറുകി വരേണ്ടത്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പോവാണ്. അതിന് വേണ്ടിയിട്ടൊരു പാത്രം എടുത്തിട്ട് ആ പാത്രത്തിൽ നമുക്കൊന്ന് എണ്ണ ഒന്ന് തേച്ച് കൊടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണയാണ് തേച്ച് കൊടുത്തത്. ഇനിയിപ്പോൾ ഈ തേക്കണതും നെയ്യ് തന്നെ തേച്ച് കൊടുത്താലും പ്രശ്നമില്ല, അല്ലെങ്കിൽ ഓയിലോ ഏതെണ്ണയായാലും കുഴപ്പമില്ല. നമ്മളത് മാറ്റി അടച്ചു വെച്ചിട്ടുണ്ട്, തണുക്കാനായിട്ട് മാറ്റി. അപ്പോൾ അതാ തണുത്ത് കഴിഞ്ഞ് ഇതാ പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്കിതാ കണ്ട് തന്നെ മനസ്സിലാക്കാം, നന്നായിട്ട് വന്നിട്ടുണ്ട്. ഒരു അലുവയുടെ ആ കറക്റ്റ് ഒരു ഷേപ്പിലും ആ ഒരു തിക്നെസ്സിലൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ നല്ല സോഫ്റ്റും ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് വെള്ള എള്ളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ അലുവയിൽ, അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് നല്ല പെർഫെക്റ്റായിട്ട് നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. മധുരമൊക്കെ നമുക്ക് ഓരോരുത്തരുടെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒന്ന്